കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളുടെ പട്ടികയിൽ നിന്ന് മെട്രോയുടെ മുഖ്യശില്പിയായ ഇ ശ്രീധരനെ ഒഴിവാക്കിയ തീരുമാനം ഒടുവിൽ കേന്ദ്രം തിരുത്തി. ഇ ശ്രീധരനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും ചടങ്ങിൽ ഇരിപ്പിടമുണ്ടാകും. ഇരുവരെയും ഒഴിവാക്കിയ തീരുമാനം തിരുത്താനായി പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് തീരുമാനം. വേദിയിലിരിക്കുന്നവരുടെ പുതുക്കിയ പട്ടിക പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. എന്നാൽ ഇതിലും സ്ഥലം MLA PT തോമസിനെ ഉൾപ്പെടുത്തിയില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് വരും മുൻപ് ഇ ശ്രീധരനെയും പ്രതിപക്ഷ നേതാവിനെയും ചടങ്ങിൽ പങ്കെടുപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പത്തനംതിട്ടയിൽ പ്രതികരണവുമായി എത്തി. കേന്ദ്രം ഒഴിവാക്കിയതല്ലെന്നും അന്തിമ പട്ടിക ഇപ്പോഴാണ് തയ്യാറായതെന്നും കുമ്മനം പറഞ്ഞു. പ്രധാനമന്ത്രിയുമായി സംസാരിച്ചത് ഇന്ന് രാവിലെയാണ്. സംസാരിച്ചു, ഉച്ചയായപ്പോഴത്തേക്ക് തീരുമാനം. ആ തീരുമാനം ഇപ്പോഴാണ് ഞാൻ പുറത്തു പറയുന്നത്. എന്നാൽ കുമ്മനത്തിന്റെ അവകാശവാദം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു തള്ളി. CMO പറയുന്നതിന് മുമ്പ് BJP നേതാവ് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നതിന് മുൻപ് ഇക്കാര്യം കുമ്മനം രാജശേഖരൻ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത് അല്പത്തരമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പരിഹസിച്ചു. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്ന ചൊല്ല് അർത്ഥപൂർണ്ണമാകുന്നത് ഇത്തരം അല്പത്തം വിളമ്പുന്നവരുടെ വർത്തമാനം കേൾക്കുമ്പോഴാണ്. നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ മറ്റോ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും, എന്ത് തീരുമാനമെടുക്കുന്നു, തീരുമാനം എന്നെ ഒന്ന് അറിയിച്ചേക്ക്, ഞാനത് മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞേക്കാം. ഇപ്പം നമ്മൾ കരുതേണ്ട യഥാർത്ഥത്തിൽ ഈ ഒഴിവാക്കലിൻ്റെ പിന്നിലും കുമ്മനം ഉണ്ടെന്ന് വേണം കരുതാനായിട്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.